നമസ്കാരം. ഒല ഇലക്ട്രിക് 2025 ഫെബ്രുവരിയിലെ വിൽപ്പന കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. 2025 ഫെബ്രുവരിയിൽ ഒല ഇലക്ട്രിക് 25,000 യൂണിറ്റുകൾ വിറ്റഴിച്ചു എന്നാണ് കണക്കുകൾ. 2024 ഫെബ്രുവരിയിൽ വിറ്റഴിച്ച 33,722 യൂണിറ്റുകളെ അപേക്ഷിച്ച 25.86% ഇടിവാണ് ഇത് കാണിക്കുന്നത്. ഇതനുസരിച്ച് വാർഷികാടിസ്ഥാനത്തിൽ കമ്പനി 25.86% ഇടിവാണ് നേരിട്ടത്. ഇതേസമയം വാർഷികാടിസ്ഥാനത്തിൽ കുറഞ്ഞ വിൽപ്പന നിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഇലക്ട്രിക് ഇരുചക്ര വാഹന വിഭാഗത്തിൽ 28% വിപണി വിഹിതവുമായി ബ്രാൻഡിന് നേതൃത്വം നിലനിർത്താനും കഴിഞ്ഞിരുന്നു. 2025 ജനുവരിയിൽ ഒല ഇലക്ട്രിക് ഇന്ത്യൻ ഇലക്ട്രിക് ടൂ വീലർ വിപണിയിലെ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ചിരുന്നു. 4,330 യൂണിറ്റുകൾ വിറ്റഴിച്ചാണ് ഒല സെഗ്മെന്റ് ലീഡർ സ്ഥാനം ബജാജിൽ നിന്ന് പിടിച്ചെടുത്തത്. വിൽപ്പന ഉയർത്താനായി ജനുവരി 31-ന് ഓല തങ്ങളുടെ 3ാം തലമുറ ഇലക്ട്രിക് സ്കൂട്ടറുകളും പുറത്തിറക്കിയിട്ടുണ്ട്. നിലവിൽ S1 X, S1 X Plus, S1 Pro എന്നിവയ്ക്കൊപ്പം പുതിയ മുൻനിര മോഡലായി S1 Pro Plus എന്ന മോഡലും കൊണ്ടുവന്നിരുന്നു. വാഹന രജിസ്ട്രേഷൻ ഏജൻസികളുമായുള്ള കരാറുകൾ പുതുക്കിയതായി ഒല ഇലക്ട്രിക് പറയുന്നുണ്ട്. ഇത് ഫെബ്രുവരിയിൽ വാഹൻ പോർട്ടലിലെ രജിസ്ട്രേഷൻ നമ്പറുകളിൽ താൽക്കാലിക കുറവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെലവ് കുറയ്ക്കുന്നതിനും രജിസ്ട്രേഷൻ പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഈ നടപടി സ്വീകരിച്ചതെന്നാണ് കമ്പനി അറിയിച്ചത്. 2025 ജനുവരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ഏതാണ്ട് അതേപടി തുടരുന്നുണ്ട്. ജനുവരിയിൽ കമ്പനി 24,330 യൂണിറ്റുകളാണ് വിറ്റഴിച്ചത്. S1 സീരീസിന്റെയും 4,000-ലധികം വിൽപ്പന സേവന സ്റ്റോറുകളുടെയും കരുത്ത് വിപണിയിൽ സ്ഥിരത നിലനിർത്താൻ സഹായിച്ചതായും ഒല പറയുന്നുണ്ട്. ഫെബ്രുവരിയിൽ ഒല ഇലക്ട്രിക് അവരുടെ Gen 3 S1 ഇലക്ട്രിക് സ്കൂട്ടർ ശ്രേണി അവതരിപ്പിച്ചിരുന്നു. 79,999 രൂപ മുതൽ 1.70 ലക്ഷം രൂപ വരെ എക്സ്ഷോറൂം വിലയിലാണ് കമ്പനി സ്കൂട്ടറിനെ അവതരിപ്പിച്ചത്. കമ്പനി അവരുടെ ആദ്യ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളായി റോഡ്സ്റ്റർ എക്സും അവതരിപ്പിച്ചിരുന്നു. 74,999 രൂപ മുതൽ 1.55 ലക്ഷം രൂപ വരെ എക്സ്ഷോറൂം വിലയുണ്ട് ഒലയ്ക്ക്. ഒല റോഡ്സ്റ്റർ എക്സിന്റെ വിൽപ്പന ഇതുവരെ ആരംഭിച്ചിട്ടില്ല. രാജ്യത്തെ ഇലക്ട്രിക് വാഹന രംഗത്തെ പ്രധാന പേരുകളിലൊന്നായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉയർന്നു വന്ന പേരുകളിലൊന്നാണ് ഒല. ഇലക്ട്രിക് വാഹനങ്ങളും ഘടകങ്ങളുടെ നിർമ്മാണത്തിനും വിൽപ്പനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനി ഓഹരി വിപണികളിൽ വൻ തിരിച്ചടി നേരിടുന്ന സമയമാണിത്. നിരവധി കാരണങ്ങൾ കാരണം ഒല ഓഹരികൾ നിലവിൽ അതിന്റെ 52 ആഴ്ചയിലെ താഴ്ന്ന നിലവാരത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. 5,102 കോടി രൂപ വിപണി മൂല്യമുള്ള ഒല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡിന്റെ ഓഹരികൾ നിലവിൽ ചരിത്ര താഴ്ചയാണ് മുന്നിൽ കാണുന്നത്. നിലവിൽ ഓഹരി വില 56.5 രൂപയിലാണ്. ഇന്നലെ ഓഹരി 5%-ലധികവും ഇടിഞ്ഞിരുന്നു. വിപണിയിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഓഹരി ഇതുവരെ 38%-ഓളം ഇടിഞ്ഞിട്ടുണ്ട്. 6 മാസത്തിനിടെ ഓഹരിയിലെ ഇടിവ് 56%-ഓളമാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ 34%-ഉം 14%-ഉം ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലിസ്റ്റിംഗ് സമയത്ത് നിക്ഷേപകരെ അമ്പരപ്പിക്കുന്ന നീക്കം നടത്താൻ ഒല ഓഹരികൾക്ക് സാധിച്ചിരുന്നു. 76 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്ത ഓഹരി 1-2 ആഴ്ചയ്ക്കുള്ളിൽ 107% റിട്ടേൺസ് നൽകി 157.53 രൂപയിലേക്കും ഉയർന്നിരുന്നു. നിലവിൽ ഓഹരി അതിന്റെ എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിനടുത്താണ് വ്യാപാരം നടത്തുന്നത്.